എമർജിംഗ് സോഷ്യൽ വ്ളോഗർ 2025 അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ എമർജിംഗ് സോഷ്യൽ വ്ളോഗർ ആയിട്ട് ഈ ഒരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ കോണ്ടന്റിലെ ഫ്രഷ്നെസ് ആണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. വളരെ വ്യത്യസ്തമായ കോണ്ടന്റ്, അത് വളരെ സത്യസന്ധതയോടുകൂടി പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ ഈ അവാർഡ് നേടുന്നത് ദീപ്തി സീതത്തോട്. വീഡിയോ പ്ലീസ്. സീതത്തോട് എന്ന സ്വന്തം നാടിനെ ഡിജിറ്റൽ ലോകത്ത് അടയാളപ്പെടുത്തിയ വ്ളോഗർ ജീവിതത്തിൽ സ്വയം നേരിട്ട പ്രതിസന്ധികളുടെ ആത്മാർത്ഥമായ തുറന്നു പറച്ചിലുകളിലൂടെ ശ്രദ്ധേയയായ പെൺകരുത്ത്. സീതത്തോട്ടിലെ സാധാരണക്കാരുടെ അസാധാരണ ജീവിതങ്ങൾ, ആദിവാസി ജീവിതങ്ങളുടെ അതിജീവനങ്ങൾ, കാടിന്റെ രുചിപ്പെരുമ തുടങ്ങി പച്ചയായ ഗ്രാമജീവിതത്തിന്റെ ചൂടും ചൂരും ചോരാത്ത അവതരണ മികവ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന ചാനലിലൂടെ ശ്രദ്ധേയയായ ബെസ്റ്റ് സോഷ്യൽ വ്ളോഗർ എമർജിംഗ് 2025 ദീപ്തി സീതത്തോട്. Congratulations, Deepthi. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്നോടൊപ്പം അവാർഡ് വാങ്ങുന്ന ബാക്കി 39 പേരോടും ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ദീപ്തി. ദീപ്തി, എന്തായാലും ഇനിയും അങ്ങോട്ട് അങ്ങനെയുള്ള നല്ല കോണ്ടന്റുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദീപ്തി, ഇതൊന്ന് പിടിച്ച് നേരെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ക്രൗഡിലേക്ക് ഒന്ന് നടന്നോളൂ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. താങ്ക് യു. നമുക്ക് വന്ന് ഈ സപ്പോർട്ട് തരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സർ. താങ്ക് യു. പ്ലീസ്. ഇനി അടുത്ത കാറ്റഗറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അടുത്ത കാറ്റഗറിയിൽ അവാർഡ് നൽകാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. MD ഓഫ് മൈത്രി അഡ്വർടൈസിംഗ് മിസ്റ്റർ രാജു മേനനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മിസ്റ്റർ രാജു മേനൻ, പ്ലീസ് ഗ്രേസ്. Sir, thanks a lot for the continued support that you're giving us. Mr. Raju Menon, Maitri Advertising. Shwedeji, if you could do the honors of presenting him with a memento. Thank you, sir. Thank you. ഞാൻ പറഞ്ഞത് ഒരു ഇന്റർവ്യൂവർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരാളും ഒരു ഇന്റർവ്യൂവർ ആവുന്നില്ല. പക്ഷേ മുമ്പിലിരിക്കുന്ന ആളിനെ വളരെ കൃത്യമായി പഠിച്ച് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി ആ കോണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു പ്രോപ്പർ ഇന്റർവ്യൂവർ എന്ന് പറയാൻ സാധിക്കുക. അത്തരത്തിൽ ദ മോസ്റ്റ് പോപ്പുലർ ഇന്റർവ്യൂവർ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് ശ്രീ മനീഷ് നാരായണൻ. വീഡിയോ പ്ലീസ്. തനതായ അവതരണ മികവ് കൊണ്ടും നിരീക്ഷണ പാടവത്തിലെയും നിലപാടിലെയും സുതാര്യത കൊണ്ടും മലയാള നവമാധ്യമ രംഗത്ത് ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകൻ. 2005 മംഗളം ദിനപത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയായി തുടക്കം. വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടർച്ച. ഉള്ളടക്കം കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ നിലവാരമുള്ള ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമായി മാറിയ ദി ക്യൂവിന്റെ സ്ഥാപകരിൽ ഒരാൾ. ഇന്റർവ്യൂ എന്ന കലയുടെ മൂല്യത്തെ സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്തും വിഷയത്തിന്റെ ആഴമറിഞ്ഞുള്ള ചോദ്യങ്ങളിലൂടെ വ്യക്തിയധിക്ഷേപ പരാമർശങ്ങളില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ഇന്റർവ്യൂവർ. അഭിമുഖം നൽകുന്ന സെലിബ്രിറ്റികൾ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ സ്വയം തെരഞ്ഞെടുക്കുന്ന പേര് മനീഷ് നാരായണൻ. ബെസ്റ്റ് ഇന്റർവ്യൂവർ പോപ്പുലർ 2025 മനീഷ് നാരായണൻ. Please put your hands together and welcome Mr. Manish Narayanan, the most popular interviewer 2025. തീർച്ചയായും ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾക്ക് എല്ലാം ചേർത്ത് അമൃത ഡിജിറ്റൽ മീഡിയ നൽകുന്ന ഈ അവാർഡ്. മേ ഐ റിക്വസ്റ്റ് ദ മൊമെന്റ് പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. And the cash prize. താങ്ക് യു അമൃത TV. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അമൃത TVയുടെ ആർക്കൈവ്സിലേക്കുള്ള സിനിമാ കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂസ് അറ്റ് 10 പോലുള്ള പ്രോഗ്രാംസ്, അങ്ങനെ അമൃത കൂടി ഒരു ദൃശ്യാസ്വാദനത്തിൽ ഒരു സംവേദനക്ഷമതയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തിഗതമായ നേട്ടം എന്നതിനപ്പുറം ദ ക്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ 6ാം വർഷത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കത്തിൽ അല്ലെങ്കിൽ വാർത്താ സമീപനത്തിലോ അതിൻ്റെ നയനിലപാടിലൊക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ദ ക്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നത് അതിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ളൊരു പുരസ്കാരം എന്ന നിലക്ക് കൂടിയാണ് ഇന്റർവ്യൂവർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ പുരസ്കാരത്തിന് ഞാൻ വിലമതിക്കുന്നതും അതൊരു നേട്ടമായി കാണുന്നതും. ഉറപ്പായി ഒരു ടെലിവൈസ്ഡ് മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിന് കിട്ടുന്ന ഈ ഒരു പുരസ്കാരത്തിനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാനുള്ള തീരുമാനത്തിനും കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഇറ്റ് ഈസ് സോ അമേസിംഗ്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ. ദാ ഇത് പിടിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്രൗഡിന് വേണ്ടി നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാടട്ടെ.